ക്രിസ്തീഷ്യൻ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തു സമ്പൂർണ്ണം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാം ഇപ്പോൾ ചിന്തിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യമാണ്. വിശ്വാസം കൂടാതെ ആർക്കും കർത്താവിനെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. ഹല്ലേലൂയ. നാം കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാനായി വരുമ്പോൾ ദൈവം ഉണ്ടെന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയുന്നുവെന്നും നാം നിർബന്ധമായി വിശ്വസിക്കണം. മലകളെ നീക്കുന്ന വിശ്വാസം നമുക്കുണ്ടാവണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന വിശ്വാസം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു. താൻ കാണാത്ത ദേശത്തേക്ക് തന്റെ ഭവനത്തെയും സർവ്വം ഉപേക്ഷിച്ചുകൊണ്ട് യാത്രയാകാൻ കർത്താവ് അവനോട് ആജ്ഞാപിച്ചപ്പോൾ ഒരു വാക്കുപോലും സംശയമായി ചോദിക്കാതെ അവൻ യാത്ര തിരിച്ചു. പകരം കർത്താവ് അവനെ അനേകം ജാതികളുടെ പിതാവാക്കി മാറ്റി. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് തന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോൾ, വെള്ളത്തിന് മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ അവനും പറഞ്ഞു, കർത്താവ് ഇത് നീയാണെങ്കിൽ എന്നെയും നടക്കുവാൻ അനുവദിക്കണമേ. കർത്താവ് പറഞ്ഞു, നടന്നു വരിക. അവൻ ഇറങ്ങി കർത്താവിനെ നോക്കിക്കൊണ്ട് നടന്നു. എന്നാൽ എപ്പോഴാണോ അവൻ തിരമാലകളെയും കാറ്റിനെയും കണ്ട് ഭയക്കുകയും അവയിലേക്ക് നോക്കുകയും ചെയ്തപ്പോൾ സംശയത്തിന്റെ മനസ്സിലേക്ക് കടന്നുകൂടി. അവൻ മുങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. കർത്താവ് അവനെ കൈനീട്ടി പിടിച്ചു എന്ന് പറഞ്ഞു, എന്തിനു നീ എന്നെ അവിശ്വസിച്ചു? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ജീവിതം നന്നായി പോകുമ്പോൾ കർത്താവിനെ ആരാധിക്കുക, അല്ലാത്ത സമയങ്ങളിൽ അവിശ്വസിക്കുക. ജീവിതം പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസം താഴ്ന്നു പോകുന്നു. കൊടുങ്കാറ്റടിക്കുമ്പോൾ ചില വീടിന്റെ മേൽക്കൂരകൾ താഴ്ന്നു പോകുന്ന പോലെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം താഴ്ന്നു പോകുന്നു. ഹല്ലേലൂയ. എന്നാൽ പഴയ നിയമത്തിൽ ശദ്രക്കും മേശക്കും നെബൂഖദ്നേസറും രാജാവിന്റെ പ്രതിബിംബത്തെ വണങ്ങുവാൻ പറഞ്ഞപ്പോൾ അവർ നിരാകരിച്ചു. ഹല്ലേലൂയ. അവരെ തീച്ചൂടിൽ എറിയപ്പെട്ടു. വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നു. എന്നാൽ തീച്ചൂളിൽ അവരോടൊപ്പം നാലാമതായി കർത്താവും ഉണ്ടായിരുന്നു. അവിടെ ഒരു മുടി പോലും കത്തിപ്പോയില്ല. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മോട് പറയുന്ന ഒന്നാണ്, മലകളെ നീക്കുന്ന വിശ്വാസം. അത് നമുക്കുണ്ടായിരിക്കണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതികൂലമായി ഞങ്ങൾക്ക് ആഞ്ഞടിക്കുമ്പോൾ മലകളെ നീക്കുന്ന വിശ്വാസം നൽകി ഞങ്ങളെ അവിടുത്തെ തിരുസന്നിധി ഉറപ്പിച്ച് നിർത്തണമേ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ അവിടുത്തെ നോക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി കർത്താവേ സ്തോത്രം.